കാതിലോല പൊന്നോല കനകത്തിൻ നിറമുള്ള കാതിലെ. കര കാണാത്ത കടലും ആർത്തലിച്ചു വരുന്ന തിരമാലകളും കണ്ടപ്പോൾ പലർക്കും അടങ്ങാത്ത സന്തോഷം. പൊട്ടിച്ചിരിച്ചും പാട്ടുപാടിയും അവർ സന്തോഷം പങ്കുവച്ചു. കടലോളം സ്വപ്നമാണ് ആ മണപ്പുറത്ത് പൂവണിഞ്ഞത്. മാവൂർ പഞ്ചായത്തിൽ നിന്നാണ് ഇവരെത്തിയത്. പലരും കിടപ്പ് രോഗികൾ, ചിലർ പ്രത്യേക പരിഗണന ആവശ്യമായ ഭിന്നശേഷിക്കാർ. ഇവരുടെ ഉള്ളറിഞ്ഞപ്പോൾ മാവൂർ ഗ്രാമപഞ്ചായത്തും ചെറുപ്പ ഹെൽത്ത് യൂണിറ്റും പാലിയേറ്റീവ് കെയറും ഒരു കുട്ടി സർപ്രൈസ് ഒരുക്കി. അങ്ങനെ അവർ ബേപ്പൂരിലെ കടൽക്കരയിലെത്തി. വർഷങ്ങളോളം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ ജീവിതത്തിൽ നിന്നും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവർ പുറത്തു വന്നു. വിശാലമായ ആകാശവും കടൽക്കാറ്റും പ്രകൃതി സൗന്ദര്യവും നേരിൽ അനുഭവിക്കുകയായിരുന്നു അവരൊന്നാകെ. ആദ്യമായി കടൽ കാണുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ബേപ്പൂർ ഞാൻ ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാ. പുളിമൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞങ്ങളുടെ അച്ഛന്റെ ഫാദറിന്റെ കൂടെ വന്നേ. ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു 1 ഡേ ടൂറിൽ ഞങ്ങൾ കറങ്ങി ഇവിടെ എത്തി അവസാനം. അങ്ങനെ ഞാൻ പുളിമൂട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ 10 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. പരിക്ക് പറ്റിയിട്ട് 9 വർഷമായി. പാൻകോട് ഇഞ്ചുറിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞാൽ നമ്മളെ പാലിയേറ്റീവിന്റെ സംഗമത്തിനാണ് ഇങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് കാണാൻ. അപ്പോൾ ഇതിൽ എല്ലാവരോടും ഒരുമിച്ച് വന്നപ്പോൾ വളരെ സന്തോഷമായി. എന്നെ സംബന്ധിച്ച് ഈ യാത്ര എനിക്ക് കിട്ടിയ വളരെയേറെ സന്തോഷമുണ്ട്. മാനസികമായിട്ടും എല്ലാം കൊണ്ടൊരു ഉന്മേഷം ഉണ്ട്. കാരണം ഇത്ര ആളെ കാണാനും കഴിഞ്ഞ്, അതുപോലെ ഇവിടെ വന്നിട്ട് ഈ 4 കൊല്ലത്തിന് മുമ്പേ വന്ന കുറെ പരിചയങ്ങൾ അല്ലെങ്കിൽ അതുപോലെ അല്ലല്ലോ ഇപ്പോ. ബേപ്പൂരിന്റെ നീലക്കടലും ആർത്തുല്ലസിച്ചു വരുന്ന തിരമാലകളും തീരത്തോട് അടുത്തു വരുന്ന വലിയ കപ്പലുകളും മരവിപ്പിക്കുന്ന വേദനയിൽ നിന്ന് അവർക്ക് തെല്ലല്ലാത്ത ആശ്വാസമായി. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിന് റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ നമ്മൾ കൂടെ ചേരാൻ പറ്റിയില്ലെങ്കിൽ ഏകദേശം 90ഓളം ആൾക്കാരും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും പിന്നെ നമ്മുടെ പാലിയേറ്റീവ് വളണ്ടിയേഴ്സും സ്റ്റാഫും എല്ലാം ആശമാർ മെമ്പർമാരെല്ലാവരും സഹകരിച്ചിട്ടുള്ള ഒരു നല്ലൊരു അവസരമായിരുന്നു അവർക്ക്. പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് കൺവെൻഷണൽ സാധാരണ മെഡിക്കൽ കെയറിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത്തരം ബീച്ചുകളിലേക്ക് വരുന്നതിനോ എന്തിന് അയൽവാസികളോട് പോലുമോ ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷനുള്ള സൗകര്യമില്ല. ഇത് അവർക്കുണ്ടാക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു മാറ്റം അതൊരു മരുന്നിനും കിട്ടുന്നതല്ല. കടൽ നനച്ച മണൽത്തരികളെ തൊട്ട് ചിലർ ആനന്ദ കണ്ണീർ പൊഴിച്ചു. പാട്ടുപാടിയും നൃത്തം ചെയ്തും ഇവർ ഈ യാത്രയെ മനോഹരമാക്കി. ഇനിയും ഇത്തരം മനോഹര യാത്രകൾ ഇവർക്കായി ഒരുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി. ആളുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം നേരത്തെ സമൂഹത്തിൽ സജീവമായിരുന്ന പല ആളുകളും അപകടം പറ്റിയിട്ടും രോഗം വന്നും കിടപ്പില്ല. ചെറുപ്പക്കാരുണ്ട്. 42 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ വരെ ജോലി ചെയ്യുന്നതിൽ വീണ് നട്ടല് തകർന്ന് കിടക്കുന്നൊരു ചെറുപ്പക്കാരൻ വരെ ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട്. ആ ആളുകൾക്ക് അവർ കണ്ട ആളുകളൊക്കെ വീണ്ടും കാണാനോ അവർ പോയ സ്ഥലങ്ങൾ വീണ്ടും പോകാനോ ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇവരുടെ മുഖങ്ങളിലെ തെളിഞ്ഞ ഈ പുഞ്ചിരി ഈ യാത്രയെ വിലമതിക്കാനാവാത്തതാക്കുകയായിരുന്നു. ETV ഭാരത്, കോഴിക്കോട്.